എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആദ്യത്തെ എഡിറ്റോറിയൽ ദി പവർ ഓഫ് ആൻ അപ്പോളജി എന്ന ഒരു എഡിറ്റോറിയൽ പേജ് തന്നെയാണ്. അപ്പോളജി നമുക്കറിയാം, മറ്റൊരാളോട് മാപ്പ് അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത. ഇറ്റ് ഡിമാൻഡ്സ് എ മൈൻഡ് ഓഫ് ക്വാളിറ്റി ആൻഡ് കറേജ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ജർമ്മനി officially apologized to Nambia for the massacre of Herero and Nama people in 1904 to 1908 and called it a genocide for the first time. അതായത് ജർമ്മനി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ നാംബിയ, ഒരു ആഫ്രിക്കൻ രാജ്യമായ നാംബിയയിൽ നടത്തിയ നരഹത്യയെ അനുശോചിച്ച് അവരുടെ ഒരു മാപ്പപേക്ഷ നാംബിയയുമായി നടത്തിയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നമുക്കറിയാം, നമ്മൾ മെയ് 29 ഡിസ്കസ് ചെയ്ത റുവാണ്ട മസാക്കർ, മെയ് 29 ഡെയിലി ന്യൂസ് അനാലിസിസിൽ നമ്മൾ റുവാണ്ട മസാക്കറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്ത് ചെയ്തു? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ said that he recognized his country's role in the Rwandan genocide as hope for forgiveness. അതായത് 2019 അല്ലെങ്കിൽ കഴിഞ്ഞ റീസെന്റ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമാനുവൽ മാക്രോൺ എന്ത് ചെയ്തു? റുവാണ്ട ഗവൺമെന്റിനോട്, അതായത് ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ ഉണ്ടായ നരഹത്യയെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള റുവാണ്ടൻ പീപ്പിളിൽ നടത്തിയിട്ടുള്ള ഒരു നരഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ഒരു ശക്തികളിൽ ഒന്നായിരുന്നു ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസ്. മെയ് 29 ഡെയിലി ന്യൂസ് അനാലിസിസിൽ നമ്മൾ റുവാണ്ട മാസാക്കറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവരുടെ അല്ലെങ്കിൽ റുവാണ്ടൻ ജനതയുടെ മാപ്പപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് ഫ്രഞ്ച് ഗവൺമെന്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ജനതയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ മാപ്പപേക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ നമുക്കറിയാം, റീസെന്റ് ദ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഹാസ് എ പ്രോസ്പെൻസിറ്റി ഫോർ അപ്പോളജീസ്. അക്കോർഡിംഗ് ടു ഹിം, apologies for things in the past are important to make sure that we actually understand and know and share and do not repeat those mistakes. അതായത് ചരിത്രത്തിൽ നമ്മൾ പറയാറുണ്ട്, ചരിത്രം എന്നും എന്തിനാണ്, ഇന്നലകൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇന്നലകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് നാളത്തേക്ക് ജീവിക്കുവാനുള്ള ഒരു ചൂണ്ടുപലകയാണ്, സൂചികയാണ് അല്ലെങ്കിൽ ദിശാസൂചികയാണ് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ഇന്നലെ ചെയ്ത തെറ്റുകൾ, ഇന്നലെ സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നാളെയും ആവർത്തിക്കാതിരിക്കാനുള്ള ഇന്നത്തെ ജനതയോടുള്ള ആഹ്വാനമാണ് ചരിത്രമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 2016 ജസ്റ്റിൻ ട്രൂഡോ അപ്പോളജൈസ് ബിഫോർ ദ ഡിസെൻഡൻസ് ഓഫ് പാസഞ്ചേഴ്സ് ഓഫ് കൊമഗാദ മാറു ഷിപ്പ്. 1914 Canadian government of the day had decided to turn away the ship carrying South Asian migrants, mostly Sikhs. The ship was forced to return to India. ഇപ്പൊ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുവാൻ കൊമഗാദ മാരു എന്ന കപ്പലിനെ തിരിച്ചയക്കാൻ കാരണമായത് ആരാണ്? അന്നത്തെ കനേഡിയൻ ഗവൺമെന്റ് ആണ്. അതിന്റെ പലപ്പോഴും എന്താണ്, ആ ബ്രിട്ടീഷ് റവല്യൂഷണേഴ്സ് ആണ് എന്ന ഒരു സംശയത്താൽ പല ആൾക്കാരും വെടിവെച്ച് കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. അതിനെയും എന്താണ് ജസ്റ്റിൻ ട്രൂഡോ മാപ്പപേക്ഷിക്കുകയും ചെയ്തു. In 2018, Mr. Trudeau apologized for his country's role in turning away a ship carrying over 900 Jewish refugees fleeing Nazi persecution. ഇതൊക്കെ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റുകളാണ്. എന്നാൽ ഇന്നത്തെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു നൂറ്റാണ്ടിനും ശേഷം ഇന്നത്തെ ഗവൺമെന്റ് അവർക്ക് അന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ? ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മ്യൂച്വലി അക്സെപ്റ്റബിൾ ഓർ കോംപ്രമൈസ് ടാൻജിബിൾ കോമ്പൻസേഷൻ. എന്താണ്? നമുക്കറിയാം, ഇവിടെ പലപ്പോഴും എന്താണ്, ഒരു ടാൻജിബിൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല അന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പലപ്പോഴും നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. German authorities is not enough and is generic in nature. According to them, the descendants of the genocide victims should receive a tangible compensation, primarily in the form of land property that has been held away by the German colonizers. ഇത് അവിടെ ആവശ്യപ്പെട്ടത് എന്താണ്? ഒരു ടാൻജിബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ അവിടെ കൊടുക്കണം എന്ന ഒരു സാഹചര്യം. പക്ഷെ ഈവൻ ദോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് സാധ്യമാകുന്ന ഒന്നല്ല ഒരു ടാൻജിബിൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിന് മറ്റു പല പോസിറ്റീവ് ഇഫക്റ്റുകളും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. Such
അപ്പോളജി ഡിമാൻഡ് കറേജ്. ഒന്ന്, ഒരു ധീരതയോടെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം ആർക്ക്? ഭരണകൂടത്തിന്. 2, കമ്പാഷൻ, മനുഷ്യ സ്നേഹം ഉണ്ടാവണം. 3, വിനയം ഉണ്ടാവണം. കറേജ്, കമ്പാഷൻ ആൻഡ് ഹ്യൂമിലിറ്റി. ഈ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതപ്പെട്ടതാണ് ഇന്നത്തെ ഓരോ രാജ്യത്തിന്റെയും അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇത് 3ഉം ചെയ്യേണ്ടത് ആരോടാണ്? അവരവരുടെ രാജ്യത്തിലെ സ്വന്തം ജനതയോട് മാത്രമല്ല, പകരം എന്താണ്, ലോകത്തിലുള്ള സകല മനുഷ്യരോടും അല്ലെങ്കിൽ സകല ജീവജാലങ്ങളോടും കാണിക്കേണ്ട ഒന്നാണ് കമ്പാഷനും ഹ്യൂമിലിറ്റിയും എന്ന് പറയുന്നത്. ഈ 2 സാധ്യതയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ ക്രിയേറ്റ് ബോർഡർലെസ് നേഷൻസ്. നമുക്ക് ബോർഡറുകളില്ലാത്ത, അതിരുകളില്ലാത്ത രാജ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് കുഡ് സ്ട്രെങ്തൻ their economic ties, man-to-man relationship, government-to-government relationship, and all kind of diplomatic relationships as well. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ, it becomes a lesson for the contemporary rulers of any country to avoid any such mistakes which have had committed in the past. അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാഠം കൂടിയാണ് എന്ത്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപ്പോളജി എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു കാര്യം പറയാം. അവരുടെ പിൻഗാമികൾക്ക്, അന്നത്തെ വിക്ടിംസിന്റെ പിൻഗാമികൾക്ക്, അവർക്ക് എന്താണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മാപ്പപേക്ഷയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇതിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ a sense of humility is a rare phenomena in contemporary geopolitics. We are witnessing a re-emergence of political leaders from Nicaragua to Myanmar who are ready to resort to any means in order to remain in power. നമുക്കറിയാം ഇന്നത്തെ സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാണെങ്കിലും നമ്മളുടെ ഒരു പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതെ വരുന്ന ഒന്നാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അതെന്താണ്, നമുക്ക് അത് ഞാൻ പല രാജ്യങ്ങളിൽ, ഇവൻ നമുക്ക് മ്യാൻമാർ മുതലുള്ള ഏതൊരു രാജ്യത്തിലേക്ക് നോക്കിയാലും ശരി, അവിടെ ഒന്നും എന്താണ്, ആളുകൾക്ക് അധികാരത്തിൽ ഏർപ്പെടാനുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ ഏർപ്പെട്ട് നിൽക്കാനുള്ള എന്ത് പ്രവൃത്തിയും ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? In this environment, apologetic voice becomes even more precious as they help us reconcile with tragic event in the past and remove the stains of history. Besides, they add a moral dimension to international relationships. അതായത് പഴയ പാപഭാരം കഴുകിക്കളയുക എന്നത് മാത്രമല്ല, പകരം എന്താണ്, it will enhance the moral dimension of international relationships as well. In this sense, to be a pillar of multipolar world is not to be a military power, manufacturing or financial hub, and or of a global investor alone. Countries that strive for global leadership should be able to provide moral leadership as well. ധാർമ്മികപരമായിട്ടുള്ള നേതൃത്വം നൽകുവാനാണ് ലോക നേതാക്കൾ ശ്രമിക്കേണ്ടത് എന്നാണ് തത്തിയാന ബെലോസോവയുടെ ഈ ഒരു ആർട്ടിക്കിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. This includes critical self-reflection, humility, compassion and care not only towards their own people but also towards the most vulnerable communities around the world. നമുക്കറിയാം ലോകത്തിലെ ഏതൊരു കമ്മ്യൂണിറ്റിയാണ്, വൾണറബിൾ ആയിട്ടുള്ള ഏതൊരു സമൂഹത്തിനോടും കാണിക്കേണ്ട ചില വൈകാരികമായിട്ടുള്ള ധാർമ്മികതയാണ് കമ്പാഷൻ, അതുപോലെ ഹ്യൂമിലിറ്റി എന്നീ ഗുണങ്ങൾ. ആ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ മറ്റൊരു രാജ്യവുമായിട്ട് ഏർപ്പെടുമ്പോൾ അവർ മുന്നോട്ട് വെക്കേണ്ട ധാർമ്മികപരമായിട്ടുള്ള ലീഡർഷിപ്പിനാണ് ഇനി മുതൽ മുന്നേറ്റം നൽകേണ്ടത് എന്നതാണ് ഈ ആർട്ടിക്കിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ഒരു പോയിന്റ് ആണ് ഓൺ ദ മാർജിൻസ് വിത്ത് ഫുൾ ഇക്വാലിറ്റി സ്റ്റിൽ ഔട്ട് ഓഫ് റീച്ച്. നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ LGBT കമ്മ്യൂണിറ്റി ഉണ്ട്, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് അതേഴ്സ്. ഈ വിഭാഗം ജനങ്ങളുണ്ട്. ഈ വിഭാഗം ജനങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക? അവരുടെ ഒരു സൊസൈറ്റിയിലേക്ക് പോവുക. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മിനിസ്ക്യൂൾ സെല്ലാണ് ഫാമിലി എന്ന് പറയുന്നത്. നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒരു ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു
സ്ത്രീ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പുരുഷനും ഉണ്ടാവും. എന്നാൽ ഇത് ഇങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും മതങ്ങളുടെ അനുഷ്ഠാന പ്രകാരമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയുടെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഖജുരാഹോയിലെ കൾച്ചർ നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഖജുരാഹോയിലെ ഡെപിക്റ്റുകളിലൊന്നും എന്താണ്, സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, സ്ത്രീയും തമ്മിലും അല്ലെങ്കിൽ പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചും ഡെപിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മളെ വിളിച്ചു കാണിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ഓരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൗരാണികപരമായിട്ടുള്ള ചരിത്ര സാങ്കത്യങ്ങൾ പലപ്പോഴും സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല ഫാമിലിയുടെ അടിസ്ഥാനം എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, രണ്ട് കൺസെൻഷ്വൽ ആയിട്ടുള്ള അഡൾട്ടുകൾക്കാണ് ഇവിടെ പ്രാധാന്യം ഉണ്ടാവുക. 18 വയസ്സിന് മുകളിലുള്ള രണ്ട് അഡൾട്ടുകളുടെ കൺസെൻഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം അതിനെയാണ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ നിയമസംഹിത IPC സെക്ഷൻ 377 IPC പ്രകാരം ക്രിമിനലൈസ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എന്ത് ചെയ്തു? ഇൻ നവോദയ് സിംഗ് ജോഹാർ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2018, the application of section 377 of Indian Penal Code to consensual homosexual behavior between adult was unconstitutional, irrational, indefensible and manifestly arbitrary എന്ന ഒരു തീരുമാനം കോടതി മുന്നോട്ട് വെച്ചത്. സുപ്രീം കോടതിയാണ് എടുത്തു കളഞ്ഞത്, അല്ലെങ്കിൽ ഡീക്രിമിനലൈസ് ചെയ്തു എന്ന് പറയാം സെക്ഷൻ 377 IPCA. എന്തുകൊണ്ടാണ് സെക്ഷൻ 377 IPCA ഡീക്രിമിനലൈസ് ചെയ്യാൻ കാരണം? It violates fundamental rights of Article 14, 15 and 21. അല്ലെ? Article 14, equality before law and equal protection of law. Article 15, discrimination on the basis of religion, race, caste, sex or place of birth. Article 21, right to life and personal liberty. ഇതിനെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഏതൊരു തരത്തിലും ഇതൊരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നതായിരുന്നു നവോദയ് സിംഗ് കേസിൽ സുപ്രീം കോടതി അഭിപ്രായം. Later, the Delhi High Court verdict in Nas Foundation versus Government of National Capital Territory of Delhi 2009 was a 38th parallel in the law of sexuality and equality in jurisprudence in India. The court held that section 377 of IPC offended the guarantee of equality enshrined in Article 14 of Constitution because it creates an unreasonable classification and targets homosexual as a class. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഏതൊരു ക്ലാസിഫിക്കേഷനും എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല എന്നതായിരുന്നു കോടതിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. In Suresh Kumar Kaushal versus Nas Foundation 2013, reinstated section 377 to the IPC, but India witnessed anastasis of Nas Foundation through the top court judgment in Navtej Singh Johar versus and others with the embedment of firewall of the doctrine of progressive realization of fund rights. അപ്പൊ എന്താണ്, നാസ് ഫൗണ്ടേഷൻ കേസിൽ വീണ്ടും ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്തെങ്കിലും 2018 നവോദയ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകിയിരുന്നത്. ഇതിനെ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ചിന്തിക്കുക. പലപ്പോഴും എന്താണ്, സുപ്രീം കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറിയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ടം അല്ലെങ്കിൽ മുന്നേറ്റം ഏതൊരു ഗവൺമെന്റിനെയും അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു ഗവൺമെന്റുകളുമല്ല, പകരം ജുഡീഷ്യറിയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യം ലീഗലൈസിങ് സെയിം സെക്സ് മാരേജ്. അതായത് ഒരു ഒരു സെയിം സെക്സ് മാരേജിനെ പലപ്പോഴും നമ്മൾ ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ലീഗലൈസ് ചെയ്യാതിരിക്കുന്നത് ഇന്ത്യയിൽ? ഇന്ത്യ സ്റ്റേറ്റിംഗ് ദാറ്റ് thus decriminalization of section 377 of Indian Penal Code does not automatically translate into fundamental right for the same sex couple to marry. അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ നിയമ നിർമ്മാതാക്കൾ പറയുന്നു സെക്ഷൻ 377 റിപ്പീൽ ചെയ്തത് കൊണ്ട് മാത്രം എന്താവുന്നില്ല, ഓട്ടോമാറ്റിക്കലി ആർക്ക് കിട്ടുന്നില്ല, ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ഒരു മാരീഡ് ലൈഫ്, ഒരു ഫാമിലി ലൈഫ് നടത്താനുള്ള അവകാശമല്ല റീഇൻസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പകരം എന്താണ്, രണ്ട് കൺസെൻഷ്വൽ റിലേഷൻഷിപ്പിലുള്ള രണ്ട് അഡൾട്ടിന്റെ പ്രൈവസിയിൽ സ്റ്റേറ്റ് വിൽ നോട്ട് ഇന്റർഫിയർ എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്.
This was stated in response to the Delhi High Court notice to play by LGBTQ plus activists and couples who sought recognition of same-sex marriage. നമുക്ക് അതിലേക്ക് ഒരു US എക്സാമ്പിൾ നോക്കാം. Justice Anthony Kennedy of the US Supreme Court in Obergefell versus Hodges underscored the emotional and social value of institution of marriage and asserted that universal human right of marriage should not be denied to same-sex couple. ഇതൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാരേജ്, അതായത് രണ്ട് വ്യക്തികൾക്ക് അവരുടെ ഇമോഷനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ കേസിൽ ജസ്റ്റിസ് ആന്റോണി കെന്നഡി മുന്നോട്ട് വെച്ചത്. As of 2029, sex marriage is legally performed in recognized in 29 countries. Indian society and state should synchronize themselves with changing trend എന്നാണ് ഫൈസൽ CKയുടെ അഭിപ്രായമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും 29 രാജ്യങ്ങൾ സെയിം സെക്സ് മാരേജിനെ അംഗീകരിക്കുകയും അതിനെ ലീഗലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യം അതിനെതിരെ മുഖം തിരിക്കുന്നത്? മാറുന്ന രാജ്യത്തിനനുസരിച്ച് ലോകത്തിനനുസരിച്ച് മാറണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആർട്ടിക്കിൾ 15 റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അമെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആർട്ടിക്കിൾ 15 secures the citizen from every sort of discrimination by the state on the grounds of religion, race, caste, sex or place of birth or any of them. This article is the cornerstone of the concept that equality is the antithesis of discrimination. Imbibing the Sejanist, the grounds of non-discrimination should be expanded by including gender and sexual orientation. ഇതാണ് ഒരു ആർട്ടിക്കിൾ 15 പ്രകാരം നമ്മൾ പറയാറുണ്ട്, ഒരു തരത്തിലുമുള്ള ജാതി, മത, വർഗ, ലിംഗ, ഭാഷ, ദേശ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ മറ്റൊരു ഇന്നിക്വാലിറ്റിയുടെ ഒരു ആന്റിതീസിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വിപരീത പദമായിട്ട് നമ്മൾ ആർട്ടിക്കിൾ 15 ഒരു ഇക്വാലിറ്റിയുടെ ഒരു സിനോണിമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സെക്ഷുവൽ ഓറിയന്റേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് കൂടി എവിടെ ആഡ് ചെയ്യണം? ആർട്ടിക്കിൾ 15 ആഡ് ചെയ്യണം എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. In May 1996, South Africa became the first country to constitutionally prohibit discrimination based on sexual orientation. അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് സെക്ഷുവൽ ഓറിയന്റേഷൻ പ്രകാരമുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കിയത് അല്ലെങ്കിൽ ക്രിമിനലൈസ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞത് സൗത്ത് ആഫ്രിക്കയാണ്. 1996 അത്തരത്തിലുള്ള ഒരു മാറ്റം എവിടെ കൊണ്ടുവന്നത്? സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുവന്നത്. സെക്ഷൻ 9 clause 3 of its constitution dictates that state may not unfairly discriminate directly or indirectly against anyone in one or more grounds, including race, gender, sex, pregnancy, marital status, ethnic or social origin, color, sexual orientation, age, disability, religion, conscience, belief, culture, language, and birth. Let Gandhiji's nation learn from Mandela's nation. ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഗാന്ധിജീസ് നേഷൻ ലേൺ ഫ്രം മണ്ടേലാസ് നേഷൻ. എന്തിന്? നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലേക്കൊരു അമെൻമെന്റുകൾ ആർട്ടിക്കിൾ 15 എത്തിക്കാവുന്നതാണ്. നമ്മൾ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്ന് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരല്പം കൂടെ വിശാലമായിട്ടുള്ള ചിന്തകളിലേക്കാണ് നമ്മളുടെ നെൽസൺ മണ്ടേലയുടെ നാടായ സൗത്ത് ആഫ്രിക്ക മാറിയത്. ബൈ ഇൻക്ലൂഡിംഗ് സെക്ഷുവൽ ഓറിയന്റേഷൻ ആസ് വെൽ. United Kingdom Alan Turing law in 2017, which granted amnesty and pardon to the men who were cautioned or convicted under historical legislation that outlawed homosexual act. അതായത് സ്വവർഗ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുകയും അത്തരത്തിൽ ഒരു ഡീക്രിമിനലൈസേഷൻ അവിടെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജസ്റ്റിസ് റോഹിൻഡൻ എഫ് നരിമാൻ ഹാസ് ഡയറക്റ്റഡ് ഇൻ നവോദയ് Singh Johar and others the government to sensitize the general public and officials, including police officials, to reduce and finally eliminate the stigma associated with LGBTQ plus community through the mass media and official channels. But the government has simply discarded this obligation. School and university students too should be sensitized about the diversity of sexuality to deconstruct the myth of heteronormativity. Heteronormity is the root cause of heterosexism and homophobia. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ജസ്റ്റിസ് റോഹിൻഡൻ നരിമാന്റെ ഒരു നവോദയ് സിംഗ് കേസിലെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്.
nowadays judgmental Supreme Court government Court we'll have to sensitize general publics with various dimensions. Pala platform in the schools students educate general public educate ഈ തരത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷൻ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റി തന്നെയാണ് അവർക്കെതിരെയുള്ള ഏതൊരു സ്റ്റിഗ്മയും ഒഴിവാക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റുകൾ ചെയ്യണം എന്നതായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഗവൺമെന്റ് ആ സാധ്യതയെ അത്ര കണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. Rohit illustrated in his A People's Constitution the Everybody's Life of Law in the Indian Republic 2018 how laws and policies were frequently undone for renegotiated from below by an ordinary citizenry using constitutional remedies. He unfolded the stories of individuals from socially and economically marginalized sections such as prostitutes, butchers, refugees, and vegetable vendors who turned to the court for rewriting the constitution. However, for the Kurdistan, the constitution has been a beautiful and ineffectual angel so far. Hence, it is the time for change, but for the burden should not be left to the powers that the honors remains with the civil society, the citizenry concerned, and LGBTQ+ community itself. ഇതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഒന്ന്, ലീഗൽ സാങ്ഷൻ നമ്മൾ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. 2, ആർട്ടിക്കിൾ 15 നമ്മൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ അത്തരത്തിലുള്ള പ്രോബ്ലം വെറുതെ ഇവരുടെ അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടല്ല കൊടുക്കുക. പകരം നമ്മൾ എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡിയൻ ഏഞ്ചൽ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടുന്ന ഒരു സിവിക് സൊസൈറ്റിയുടെ കോൺട്രിബ്യൂഷൻ കൂടി ആർക്ക് വേണം? LGBT കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവണം എന്നാണ് ഫൈസൽ CKയുടെ അഭിപ്രായം. അദ്ദേഹം നമ്മുടെ ഗവൺമെന്റിൽ ലോ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ കാലിക പ്രസക്തി ഉള്ളതുമാണ്. നമ്മളുടെ മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. Consider the following statement. He is known as Sahitya Samrat. He published his novel Anandamath depicting the Sannyasi army fighting the British soldiers. ഇത് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആനന്ദമഠം എഴുതിയിരിക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാഹിത്യ സാമ്രാട്ട് എന്ന് വിളിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Arrange the following sectors in the decreasing order in the total share of power generated. ഒന്നാമത്തേത് നമ്മളുടെ മുൻപിൽ ഇരിക്കുന്നത് ഏതാണ്? തെർമൽ പവേഴ്സ് ആണ്. 2 ഹൈഡ്രോ പവർ ആണ്. 3 ന്യൂക്ലിയർ പവർ ആണ്. 4 റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ആൻസർ സി, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇത് തെർമൽ 1, 2, 3, 4 ഇതാണ് ഇതിന്റെ ഓർഡർ. സോറി, ഇതാണ് ഇതിന്റെ ഓർഡർ. ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് തെർമൽ ആണ്. അപ്പൊ ആ തരത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യം. ടോട്ടൽ തെർമൽ എത്രയാണ്? 61% നമ്മുടെ തെർമൽ പവർ എന്ന് പറയുന്നത്. റിന്യൂവബിൾ റിസോഴ്സ് ഓഫ് എനർജി 24.8, ന്യൂക്ലിയർ 1.8, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി 12% നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടൊന്ന് വായിക്കുവാനും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ബീയിങ് വിത്ത് us. ഹാവ് എ ഗ്രേറ്റ് ഡേ.